യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം. ഹൊദൈദയിലെ അൽ ഹവാഖ് ജില്ലയിൽ വിമതരുടെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു US വ്യോമാക്രമണം നടത്തിയത്. ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് സമുദ്രത്തിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ പേരിൽ ഹൂതികളെ ലക്ഷ്യമിട്ട് US നടത്തിയ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് US സേനയുടെ ശക്തമായ നടപടി. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂതികളെ തുടച്ചു നീക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ചെങ്കടലിലെ കപ്പലാക്രമണങ്ങൾ ഹൂതികൾ അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഹൂതികളെ മുൻനിർത്തി US-നെ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായി ആണവ കരാറിനെക്കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത്. US ഹൂതികൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.